ഏത് മീൻകാരെ കണ്ടാലും വെറുതെ വിടരുത്. ജെർമീല മോളുടെ ഒരു ഡയലോഗാണേ. വീട്ടിൽ കുറച്ച് മീനൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നെങ്കിലും സരള ചേച്ചി വലിയൊരു ചാരുവൊക്കെ ചുമന്ന് ശ്വാസം മുട്ടി വരുന്ന വരവ് കണ്ടപ്പോഴത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞ് വിടാനായിട്ട് എനിക്ക് തോന്നിയില്ല. രണ്ട് വലിയ കണമ്പ് തന്നെ സരള ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ. വലിയ കണമ്പായതുകൊണ്ട് ഒരു കണമ്പാണ് കേട്ടോ ഞാൻ കറി വെക്കാനായിട്ട് എടുത്തത്. ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും വലിയ ജീരകവും ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയിട്ട് തേങ്ങ ഒരു മുക്കാൽ ഭാഗത്തോളം ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കറി വെക്കാനായിട്ട് ചട്ടി നോക്കിയപ്പോഴേ കള്ളപ്പൂച്ച തട്ടിയിട്ട ചട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉരുളിയിൽ കറി വെക്കുന്നത്. അരപ്പ് ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും പുളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ട് അരപ്പ് കൂട്ടി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കണമ്പ് കഷ്ണങ്ങളും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് നല്ല എണ്ണ തെളിയുന്നവരെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലയിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അവസാനം ഒരു നുള്ളു മുളക് പൊടിയും കൂടി മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കണമ്പ് കറി ഇവിടെ തയ്യാറാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നുപോയി.